അതായത് സെക്ഷുവലി ലൈംഗികമായിട്ട് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വീട്ടുകാരെ ഇപ്പം എൻ്റെ ഉമ്മടക്കം അടങ്ങുണ്ടായില്ല ഉമ്മാനടക്കമുള്ള സംഭാഷണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ സംഭവത്തിൽ ഏതറ്റം വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റും അതുവരെ ഞങ്ങൾ പോകും എന്ന്. ഈ വ്യക്തികളുടെ കേസിൽ ഞങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് നിൽക്കാനില്ല. ആരൊക്കെയാണോ ഞങ്ങളെ കുട്ടീനെ ആവശ്യമില്ലാണ്ട് നോവിച്ചത് നിയമപരമായിട്ട് അതിൻ്റെ അറ്റ്മോസ്റ്റ് എൻഡ് വരെ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റും അതുവരെ ഞങ്ങൾ എന്തൊക്കെ വന്നാലും ഞങ്ങൾ പോയിരിക്കും. ഇങ്ങനത്തെ ക്രിയേറ്റേഴ്സിനൊക്കെ തലയിൽ വെച്ച് നടക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം ഇവർ ക്രിയേറ്റേഴ്സ് അല്ല. അപ്പോൾ ബേസിക്കലി ഇവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എല്ലാ തെളിവുകളും ഞങ്ങളെ കയ്യിലുള്ളതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓരോന്ന് ഹാജരാക്കി കൊടുത്ത് തുടങ്ങിയും ചെയ്തിട്ടുണ്ട്. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തൊപ്പി, ഷമീർ, അതുപോലെ ഹനാൻ ഷാ എന്നിങ്ങനെയുള്ള ഇഷ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തൊപ്പി എന്താണ് ചെയ്തതെന്ന് ഷമീർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊപ്പി എന്താണ് ഹനാൻ ഷയോട് ചെയ്തതെന്നും നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അതിൽ തൊപ്പി പറയുന്നത് ആ ഓഡിയോ എല്ലാം AI ആണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലാണ് തൊപ്പി പറഞ്ഞു നടക്കുന്നത്. അവിടെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും തൊപ്പിയുടെ ഈ ഇഷ്ടം പോലെ പൈസയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നൊക്കെ തൊപ്പി ഊരിപ്പോകും. പക്ഷേ ഷമീറിൻ്റെയും ബാക്കിയുള്ളവരുടെയും കാര്യം കുറച്ച് പാടാണ്. അവർക്ക് കേസ് പറയാനോ ഇല്ലെങ്കിൽ അതിൻ്റെ പറയാൻ നടക്കാനൊന്നും അവരുടെ കാശില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥിതി എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ ആവണം. അവിടേക്കാണ് ഇപ്പോൾ ഹനാൻ ഷാ വന്നിരിക്കുന്നത്. ഹനാൻ ഷാ പറഞ്ഞിരിക്കുന്നത് ഒരു കാലത്തും ഞങ്ങൾ ഈ കേസ് കൈവിടത്തില്ല. എൻ്റെ കുടുംബത്തിൽ കുട്ടിയെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹനാൻ ഷായുടെ അമ്മയെ പോലും മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള വോയിസ് റെക്കോർഡ് ഹനാൻ ഷായുടെ കയ്യിൽ ഉണ്ടെന്നാണ് ഹനാൻ ഷാ തന്നെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ തൊപ്പി ഇനി ഏത് രീതിയിൽ പോയാലും അവനെ കൊടുക്കാനുള്ള എല്ലാ റെക്കോർഡുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണ് ഹനാൻ ഷാ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഹനാൻ ഷാ എന്താണ് ആ സംഭവത്തിന് ശേഷം, അതായത് ആ വോയിസ് റെക്കോർഡ് പുറത്ത് വന്നതിന് ശേഷം ആ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത്, അവരെങ്ങനെയാണ് ഇതിനെ എടുത്തിട്ടുള്ളതും അവരെന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം. ഈ വീഡിയോയിൽ ഹനാൻ ഷാൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും, ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആക്കോട്ടെ, ആര് കേട്ടാലും, അല്ലെങ്കിൽ ഒരു ഉപ്പയാണിത് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിത് കണ്ടിട്ട് ഇങ്ങനെ നിന്നത്. കാരണം ഒന്നിലും ഏതിലും, അതായത് ഇവരെ പ്രശ്നങ്ങളിലോ, അതായത് യാതൊരു പ്രശ്നങ്ങളിലും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെയുള്ള ഒരാളെ, അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ വീഡിയോ ചെയ്യണം. നോമ്പ് സമയത്താണ്, നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതായത് റമദാൻ്റെ ടൈമിൽ നോമ്പ് സമയത്ത് തൊപ്പിയുടെയൊക്കെ ആക്ടിങ് നമ്മൾ കണ്ടതാണ്. എന്തൊരു ഭക്തിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്ന് ആ വോയിസ് റെക്കോർഡ് കേട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അവിടെയൊക്കെ ഒരു സ്ത്രീയെ എത്രമാത്രം മോശമായിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ എത്രമാത്രം മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാം, അതെങ്ങനെയെന്ന് തൊപ്പിയുടെ വോയിസ് റെക്കോർഡ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടേക്ക് ഒരു സ്ത്രീയെ ഏറ്റവും മോശമാക്കുന്ന രീതിയിലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തൊപ്പിയുടെ പതിവ് ശൈലിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വോയിസ് റെക്കോർഡ് എടുക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള വോയിസ് കിട്ടിയത്. അതായത് അവർക്കറിയായിരുന്നു തൊപ്പി ഇങ്ങനെയൊക്കെ പറയും, ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എടുത്ത് വെക്കാം, നാളെ നമുക്കും ഇതേ സ്ഥിതി വരാതിരിക്കത്തില്ല എന്ന് ആ ഗ്യാങ്ങിലുള്ളവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം തൊപ്പിയുടെ ഈ വോയിസ് റെക്കോർഡൊക്കെ എടുത്തു വെച്ചത്. അവിടെയൊക്കെ ഷമീറിനെ പോലുള്ളവർ ഈ വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. പക്ഷേ അവർക്ക് വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് അവരിത് ചെയ്തത്. കാരണം ഷമീറിൻ്റെ ഏറ്റവും മോശമായുള്ള വീഡിയോ ആണ് തൊപ്പി പുറത്ത് വിട്ടത്. അതും ആ വീഡിയോയെക്കുറിച്ച് തൊപ്പി പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയൊക്കെ തൊപ്പിയുടെ ഒരു കഴിവുണ്ട്, എന്തിനേയും വളച്ചൊടിച്ച് പറയാനുള്ളൊരു കഴിവ്. അതുതന്നെയാണ് അന്ന് ലൈവിൽ നടന്നത്. ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് എതിർ ടീമിലുള്ളവരും ഈ വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടത്. എന്തായാലും ആ വോയിസ് റെക്കോർഡെല്ലാം AI ആണെന്ന് പറഞ്ഞ തൊപ്പിക്ക് ഇപ്പോൾ നല്ല തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഹനാൻ ഷാ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ കളിയാക്കിയ വ്യക്തികൾ ഞങ്ങളെ വീട്ടിലെ ആൾക്കാരെ മാത്രമല്ല, റോഡ് സൈഡിലൂടെ നടന്നു പോണ വ്യക്തികളെ വരെ വളരെ മോശമായ രീതിയിലാണ്, അതായത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് എത്ര മോശമായ രീതിയിലാണ് ഇവർ കണ്ടത് ഇത്രയും കാലം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അതിൻ്റെ വോയിസ് റെക്കോർഡും ഷമീർ അന്ന് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റോഡിലൂടെ പോകുന്ന സ്ത്രീകളെ കമൻ്റ് അടിക്കുകയല്ല ചെയ്യുന്നത്, ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള പദപ്രയോഗം നടത്തുക. അതിനുശേഷം തൊപ്പി ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കിട്ടുമോയെന്ന്. അതായത് തൊപ്പി ടാർഗറ്റ് ചെയ്യുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയാണ്. അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അയാൾ തന്നെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കാമല്ലോ. അതുകൊണ്ടായിരിക്കും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഇദ്ദേഹം തിരഞ്ഞു പിടിക്കുന്നത്. ആ ഒരു വേട് കേട്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഒരു വിഷമമാണ് ഉണ്ടായത്. ഈ തൊപ്പി എന്ന് പറയുന്നവനെ എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുമായിരുന്നു.
ഏതോ നന്മ ചെയ്യുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. എന്നാൽ യഥാർത്ഥ മുഖം അവരുടെ ഗ്യാങ്ങിലുള്ളവർ തന്നെ പുറത്ത് കാണിച്ചത് കൊണ്ട് തന്നെ പലർക്കും തൊപ്പി എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ അടുത്തൊരു ലൈവായിട്ട് വരികയാണെങ്കിൽ തന്നെ പറയാനൊന്നുമില്ല. ആകെ ആദ്യത്തെ ലൈവിൽ തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീറിൻ്റെ ആ വീഡിയോ കാണിച്ചതാണ് പലർക്കും ഞെട്ടലുണ്ടാക്കിയത്. ആ ഞെട്ടലിൽ എല്ലാവരും വിചാരിച്ചു ഷമീറാണ് കുറ്റക്കാരൻ, ഷമീറാണ് ഏറ്റവും വലിയ വില്ലൻ എന്ന രീതിയിലാണ് ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ അടുത്ത ഷമീറിൻ്റെ ലൈവ് വന്നപ്പോഴത്തേന് എല്ലാവർക്കും മനസ്സിലായി തൊപ്പിയാണ് ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള കാര്യം. ഒരു ഇഫ്താർ സമയത്ത് ഇപ്പോൾ എല്ലാവരും, എനിക്കറിയാം എല്ലാ കുട്ടികളും ഇഫ്താർ സമയത്ത് വീഡിയോസ് ഇഫ്താറിൽ നോമ്പ് തുറക്കാൻ പോകുന്നതും നോമ്പിന് പാടത്ത് നോമ്പ് തുറക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറവിക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരിത് എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ പാവം ഇൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം ഇന്നെ പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും തൊപ്പി പറയത്തില്ലല്ലോ അത് AI ആണ്, അത് ഷമീറും ഗ്യാങ്ങും കെട്ടിച്ചമച്ചതാണ്, അത് ഉണ്ടാക്കിയതാണ് എന്നൊന്നും പറയത്തില്ലല്ലോ. കാരണം ഹനാൻഷയെ പോലുള്ളവർ ആ വോയിസ് റെക്കോർഡ് ചെക്ക് ചെയ്ത് കറക്റ്റായുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ തൊപ്പി വന്ന് തൊപ്പിയുടെ ചാനലിൽ വന്ന് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് ഇതിനോടകം തന്നെ തെളിയുകയാണ്. ഇനിയും ഒരു കള്ളത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം വീണ്ടും ലൈവ് ഒന്നും ഇടാഞ്ഞത്. ഇനി ചിലപ്പോൾ ഇതിനകത്ത് ശിക്ഷിക്കുമെന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഇവിടെ കൊലക്കുറ്റം ചെയ്തവരും പീഡിപ്പിച്ചവരും ഒക്കെ വെറുതെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തൊപ്പിയെ ഇതിനകത്ത് ശിക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തൊപ്പി തെറ്റുകാരനാണെന്ന്. എല്ലാ വോയിസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നിലയെ ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും, അതായത് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം എങ്ങനെ ബാക്ക് ടു ട്രാക്കിലാവും. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഈ 2:30 മണി മുതൽ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ നമ്മൾ സൈലൻ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഈ 2:30 മണി മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങൾ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അവിടേക്ക് ഇങ്ങനൊരു സന്ദർഭം മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. കാരണം അതിനെക്കുറിച്ച് അറിയാം, ഇങ്ങനെ പോയാൽ മതി, ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി, ഇതിങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും അതേ ഒരു ഫോർമാറ്റിൽ പോയാൽ മതിയായിരിക്കും. പക്ഷേ ഇത് അവരുടെ ഫാമിലിയിൽ, അതായത് ഹനാൻഷയുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അവിടെ ആലോചിക്കേണ്ടത് ഹനാൻഷയുമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയായിരുന്നു തൊപ്പി. തൊപ്പിയുമായിട്ട് ചേർന്നൊരു പരിപാടിയൊക്കെ നടത്തിയിരുന്നു ഹനാൻഷ. അങ്ങനൊരു ബന്ധമുള്ള സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ, അതും ഹനാൻഷയുടെ അമ്മയെക്കുറിച്ച് വരെ പറഞ്ഞെന്നാണ് ഹനാൻഷ പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വരും. പക്ഷെ അവർ ഉചിതമായിട്ട് തന്നെ ആലോചിച്ച് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനെക്കുറിച്ചാണ് ഹനാൻഷ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. അപ്പം നമ്മളപ്പോൾ തന്നെ നമ്മൾ പോയ റിസോർട്ടിൽ നമ്മളെ ഡ്രൈവറൊക്കെ വിളിച്ചെണീപ്പിച്ച് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി, അർബാനിയ സ്റ്റാർട്ടാക്കി. 10-12 ആൾക്കാർ റിസോർട്ടിൽ നിന്ന് രാത്രി 12 മണിക്ക് റിസോർട്ടിൻ്റെ ഓണർ വന്നിട്ട് ഒന്നുമേ എന്താ എടുക്കുക നിങ്ങളെല്ലാവരും പോകുന്നത് 2 മണിക്ക്. അപ്പം ഇക്കാണെങ്കിൽ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ, നമുക്ക് നാളെ തൊട്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പോകേണ്ടി വരും. അപ്പോൾ അമ്മേ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു റിസോർട്ടിൽ. അവൻ ഇല്ല, റിസോർട്ട് നല്ല റിസോർട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട റിസോർട്ടാണ്, ഞങ്ങൾ ഇവിടെ വീണ്ടും വരും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഞങ്ങളാ വണ്ടിയിൽ എല്ലാവരും കണ്ണും തുറന്നാണ് ഇരിക്കുന്നത്. 4 മണി വരെ ഞങ്ങൾ കണ്ണും തുറന്നിട്ട് ഇരിക്കുകയാണ്. കാരണം ഇത് എന്ത് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു സംഭവമാണ് ഏറ്റവും പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവം. അതായത് ആ സമയത്ത് വേണമെങ്കിൽ രോഷം കയറി നമുക്ക് അതിൽ വിപ്ലവം പുറപ്പെടുപ്പിക്കുക, ആ സമയത്ത് മറ്റേ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, വീരവാദങ്ങൾ മുഴക്കുക, തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരും മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഇതൊക്കെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെയൊക്കെ പലരും ചെയ്തു വരുന്നത് ആ ഒരു രീതിയാണ്. കാരണം ഇങ്ങോട്ടൊരു വീഡിയോ ഇട്ടു, തിരിച്ച് മറുപടി അതേ രീതിയിൽ കൊടുക്കുക, വെല്ലുവിളിക്കുക, നിന്നെ കാണിച്ചു തരാം, ധൈര്യമുണ്ടോ എന്നുള്ള രീതിയിലുള്ള മാസ് പരിപാടികളായിരിക്കും അവിടെ നടക്കുന്നത്. ഇത് ചിലവർ അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകും. കാരണം കുറേ വ്യൂസും പൈസയും കിട്ടുന്നില്ലയോ. അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ചിലരാണെങ്കിൽ 1 മാസം അതിനായിട്ട് ഓട്ടിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയാൽ തന്നെ ഫിനാൻഷ്യലി ഒന്ന് സെറ്റാവും. അവിടെയൊന്നും ഹനാൻഷയ്ക്ക് അത് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഹനാൻഷ അങ്ങനെയൊന്നും ചെയ്യാഞ്ഞത്. പക്ഷേ എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹനാൻഷ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഒന്നും ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 മണിക്ക് ഞങ്ങളെ ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ പോവാണ് സ്റ്റേഷനുകളിലേക്കും അതാത് വകുപ്പുകളിലുള്ള വ്യക്തികളിലേക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ്
ആദ്യം തന്നെ സ്റ്റേഷൻ SIക്ക് പരാതി കൈമാറുന്നു. അപ്പം ഇത് ഞാൻ പറയട്ടെ, ഇപ്പോഴും പറയണം. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ചിന്തിക്കണോ നമ്മൾ എല്ലാ കേസിൻ്റെയും പിന്നാലെയാണോ പോണത്? അല്ല, അത് സ്വമേധയാ എടുത്ത കേസുകൾ ഇതിൽ വേറെ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനെ ഇതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങൾ വലിച്ചിട്ടു? നിങ്ങൾ ഇന്നെ വലിച്ചിട്ടോളി. ഇപ്പോൾ ഞാൻ പറയാം, ബാസിൽ ഞങ്ങൾ ആണുങ്ങളുണ്ട്, ഇപ്പോൾ ജിംഷ, അഫ്രാസ്, അപ്പം ഷാനു, നബീൽ, ഞങ്ങളെല്ലാവരും ചെക്കന്മാരാണ്. നമുക്കിപ്പോൾ കുറച്ചും കൂടി എന്തുണ്ടാവും ബാക്കിയുള്ളവരെക്കാട്ടിലും ഇതൊക്കെ ഇതിന്ന് കടന്ന് ശീലിച്ച് കുറച്ചൊരു മനക്കട്ടി കുറച്ച് ബിൽഡായി കാണും. നിങ്ങൾ എന്ത് ചെയ്താലും വിഷയമില്ല എന്നുള്ളൊരു മനക്കട്ടി നമുക്കുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്ത് കേസിലും അപ്പോൾ ഇതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മളെ സൈഡിൽ നിന്നൊന്നും ശബ്ദം ഉണ്ടാക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ വലിച്ചിടുമ്പോൾ ഇത് ഫാമിലിയാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ആദ്യത്തെ പരാതി SIക്ക് കൊടുത്തു. അതുപോലെ തന്നെ SI ഈ പരാതിയിൽ ഈ വീഡിയോ, അതായത് ഇതിൽ ശബ്ദം ഒരു വ്യക്തിൻ്റെതാണ്, ഈ വ്യക്തിൻ്റെ തന്നെ കൂടെയുള്ള ആൾക്കാരാണ് ഈ വ്യക്തി മുമ്പ് സംസാരിച്ച ശബ്ദങ്ങളും കാര്യങ്ങളും ശബ്ദരേഖകൾ പുറത്തു വിട്ടുള്ളത്. അപ്പം ഈ പുറത്തു വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഈ കുട്ടിനെ ആവശ്യമില്ലാണ്ട് കൊത്തി കയറിയതിലൊരു പാർട്ടാണ്. അപ്പം എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കുന്ന തെറ്റുപോലല്ല. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നീട് CI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. വേറൊരു CI സാറിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ SP സാറെ കാണാൻ പോയി. അതായത് കഴിഞ്ഞ 3 ദിവസം, ആദ്യത്തെ ദിവസം SIനെ കണ്ടു, രണ്ടാമത്തെ ദിവസം CI സാറെ കണ്ടു, മൂന്നാമത്തെ ദിവസം SP സാറെ കണ്ടു, നമ്മളെ വളരെ അടുത്തിട്ടുള്ളൊരു SP സാറെ കണ്ടു. അതുപോലെ തന്നെ ആ SP സാറ് നമ്മളോട് വേറെ SP സാറെ പോയിട്ട് കാണാൻ പറഞ്ഞു. മലപ്പുറം ജില്ലേൻ്റെ മേധാവിയായിട്ട് വരുന്നൊരു സാറായിട്ട് പരാതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അത് ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഞങ്ങളെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായി. അതായത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടല്ല, ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഇത് കണ്ടിരിക്കണം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകും? ഇവിടെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യവും ഹനാൻഷ ചെയ്തു എന്ന് തന്നെയാണ് ഹനാൻഷ പറയുന്നത്. അവിടെ താഴെ തട്ടിൽ നിന്നും ഏറ്റവും മുകളിൽ ആഭ്യന്തരമന്ത്രിയെ പോലും കണ്ടു എന്നാണ് ഹനാൻഷ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ കേസിൻ്റെ ഗതി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. വേഗത്തിൽ തന്നെ ഈ കേസ് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഷമീറും പറഞ്ഞത്, എപ്പോൾ വേണമെങ്കിലും അറസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടാവാം, പക്ഷേ ഞാൻ തൊപ്പിയുടെ യഥാർത്ഥ സ്വഭാവം ഇല്ലെങ്കിൽ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുകയാണ് ചെയ്തത് എന്നാണ് ഷമീർ തന്നെ അവസാനത്തെ ലൈവ് പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹനാൻഷ ചെയ്തു. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, തൊപ്പിക്ക് നല്ല കാശുണ്ട്. തൊപ്പി ഇത് എങ്ങനെയായാലും ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനേ ശ്രമിക്കത്തുള്ളൂ. അതിന് എത്ര കാശ് മുടക്കിയാലും തൊപ്പി അത് ചെയ്തിരിക്കും. അത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല കേസുകളും വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആ കേസുകളൊക്കെ എന്തായെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേ ആ കേസിലൊക്കെ നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു. അവിടെ അറിയത്തില്ല തൊപ്പി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാൽ ഇപ്രാവശ്യം വോയിസ് നോട്ടുകൾ കറക്റ്റായിട്ടുണ്ട്, അത് തെളിവുകളാണ്. ആഭ്യന്തരമന്ത്രിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്കുകളുണ്ട്. അതായത് ഡയറക്റ്റ് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്കുകളുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് അടക്കം പഠിച്ചിട്ടേ ആ മീറ്റിങ്ങിനുള്ള ഒരു അവസരം ഒരുക്കുള്ളൂ. അപ്പം നമ്മളെക്കുറിച്ച് അടക്കം പഠിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇന്നലെ രാത്രി, അതായത് വീട്ടിലെത്തി നമ്മളെല്ലാവരും നമ്മളെ വൈക്കായി ഈ പറഞ്ഞ വ്യക്തിനെ വളരെ രീതിയിൽ ആശ്വസിപ്പിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ദിവസം മുതൽ 3 ദിവസം ഇന്ന് ഉച്ച വരെ ഈ വ്യക്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും സമാശ്വസിപ്പിക്കാനും ഈ വ്യക്തിൻ്റെ കൂടെ നിൽക്കാനൊക്കെ നമ്മളുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ട് ഉറങ്ങാതെ 4 മണിക്ക് കൊച്ചി എത്തി. 5:45 സമയത്ത് ഉറങ്ങാണ്ടാണ് പോണത്. കാരണം ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ പോകുമ്പോൾ അത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കത് മിസ്സാവും. അപ്പോൾ ഞങ്ങൾ നേരെ സാറിനെ പോയി കണ്ടു. സാറ് 3 പേജോളം വരുന്ന ഞങ്ങളെ പരാതി ഞങ്ങളെ മുമ്പിൽ തന്നെ നിന്നിട്ട് സാറ് വളരെ സൗമ്യതയോടെ നമ്മളെ ഭയങ്കര സ്നേഹത്തോടെയാണ് സാർ ഈ പരാതി മൊത്തം വായിച്ചത്. അപ്പോൾ ഈ പരാതിയെക്കുറിച്ച് സാറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വിശദാംശങ്ങൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള മാർഗ്ഗങ്ങൾ സാറ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളോട് 1-2 ആൾക്കാരെ പോയി കാണാനും പറഞ്ഞു. അപ്പോൾ 1-2 ഓഫീസർമാരെ, ഈ വകുപ്പിലുള്ള 1-2 ഓഫീസർമാരുടെ അടുത്ത് നിങ്ങൾ പോകണം, പരാതി നിങ്ങൾ അവിടെയും കൂടി ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ സൈഡിൽ നിന്ന് നിയമപരമായിട്ട് ഇത് മൂവ് ചെയ്യാണ്. ഇവിടെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ളൊരു വീഡിയോ, അതായത് റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതും നല്ലതായെന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടേനെ. അതുകൊണ്ട് തന്നെ പലരും ആ വിഷയം സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ എടുത്തു പറയണം, ഹനാൻഷ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് റിമൂവ് ചെയ്യിച്ചു. പക്ഷേ തൊപ്പിയുടെ പല കാര്യങ്ങളും അതോടൊപ്പം പോയി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അവിടെയൊക്കെ ഹനാൻഷ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നും അതിൻ്റെ കാരണസഹിതം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനാവശ്യമായിട്ടൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ സ്വീകരിച്ച രീതി എന്താണെന്ന് വെച്ചാൽ, ലീഗലി, അതായത് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാതെ എങ്ങനെ ഇതിന് മുന്നേ നിയമപരമായി പോകാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വീകരിച്ചത്. അപ്പോൾ സംഭവം ഞാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം രാവിലെ 9 മണിയായപ്പോഴത്തിന് ഈ പ്രശ്നങ്ങൾ സംഭവിച്ച വീഡിയോസൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ നിന്ന്
ഞങ്ങൾ കോപ്പിറൈറ്റ് കൊടുത്തു. കാരണം ആ വീഡിയോൻ്റെ ഇതിൽ കാണാമായിരുന്നു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഗിവൻ ബൈ ഹനാൻ ഷാ എന്നുള്ള സംഭവം കാണാമായിരുന്നു. ഞങ്ങൾ തന്നെ ഞങ്ങളെ സൈഡിൽ നിന്ന് കോപ്പിറൈറ്റ് കൊടുത്തിട്ടാണ് ഒരു 3-4 മണിക്കൂറുള്ള ഒരു വലിയ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചത്. ഞങ്ങളതിലൊരു 15 മിനിറ്റ് അല്ലേ, ഒരു 15 മിനിറ്റേ ഞങ്ങൾ പ്രതിപാദിക്കണുള്ളൂ. അപ്പം ഈ സംഭവം ഉള്ളതാണ് ഞങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തത്. അത് ശരിയാണ്. രാവിലെ നോക്കുമ്പോൾ ആ വീഡിയോ അവിടെ ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഷമീറും വന്ന് പറഞ്ഞിരുന്നു. കാരണം ഹനാൻ ഷാ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നതാണ്, അതിന് ഞാൻ ഹനാൻ ഷായോട് സോറി പറഞ്ഞിട്ടുണ്ട്, ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഷമീർ പിറ്റേന്ന് ലൈവിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് ബാക്കി അപ്ലോഡ് ചെയ്യാമായിരുന്നു. എന്നാൽ അതും ചെയ്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഷമീർ എന്ന് പറയുന്ന വ്യക്തിയും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൊപ്പി ചെയ്തതിൻ്റെ അത്രയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. അത്ര വരില്ല എന്ന് തന്നെ പറയണം. ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ഈ വ്യക്തികൾ നമ്മളെ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോകണം. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിൽ ഇപ്പോൾ ഇവർ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്ന അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാൻ, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാമെന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു, നോമ്പ് തുറക്കാം. പക്ഷേ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മൾ നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പഞ്ച് കടന്നു തുടങ്ങി. അപ്പം ഏതൊക്കെ തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്തു, അതിനൊക്കെ പടച്ചോൻ ഇന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിൻ്റെ മേൽ കാര്യമില്ലല്ലോ. അപ്പോൾ പടച്ചോൻ ഇന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ബാക്കിൽ ചിന്തിച്ച് നോക്കി, ഒരു സംഭവത്തിലും പടച്ചോൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ് ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവൻറ്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്താണ്, അത് എടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരുടെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ സംഭവങ്ങളിലൊക്കെ, ഈ നോമ്പ് തുറവിന്നും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പടച്ചോൻ നമ്മളെന്ത് ചെയ്തു, തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാ സംഭവങ്ങളിലും ഇവരായിട്ട് എന്ത് ബന്ധം വരുന്ന കാര്യത്തൊന്നും പടച്ച റബ്ബ് ചെയ്തു നമ്മളതിന്ന് ഒഴിവാക്കി തന്നു. അപ്പോൾ അത് ഞാൻ വലിയൊരു ബർക്കത്തായിട്ട് കാണുന്നത്. കാരണം അത് തൊപ്പിയുടെ ലൈവ് കണ്ടവർക്ക് പലപ്പോഴും മനസ്സിലാവും. തൊപ്പി പല പ്രാവശ്യം ഹനാൻ ഷായെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പല പരിപാടിക്ക് വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ നേരത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾക്കും തൊപ്പി ഹനാൻ ഷായെ കോൺടാക്ട് ചെയ്തിരുന്നു, അവരുടെ ലൈവിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു. എന്തോ വരാഞ്ഞത് ഭാഗ്യമായി എന്ന് തന്നെ പറയണം. എങ്കിൽ ഇന്ന് അതൊരു വേറെ തലത്തിലോട്ട് പോയാനെ. വേണമെങ്കിൽ ഈ അലിഗേഷനൊക്കെ ഹനാൻ ഷായുടെ പേരിലും വന്നേനെ. അന്ന് ആ ടൈം കിട്ടാഞ്ഞത് ഭാഗ്യമായി എന്ന് തന്നെ കരുതിയാൽ മതി. അതിനെങ്ങനെ പടച്ചവനോട് എനിക്ക് നന്ദി പറഞ്ഞാൽ തീരുന്നല്ല. കാരണം ഞാൻ മനസ്സുകൊണ്ട് സ്വന്തം എടുത്ത ഡിസ്റ്റൻസ് അല്ല. ഞാനിപ്പോൾ ഇതൊക്കെ പോയോക്കിയാലോ എന്നുള്ളത് എനിക്ക് വിചാരിച്ചിരുന്നത്. കാരണം ഇവരിങ്ങനെ നിൽക്കാണ്ട് വിളിക്കുമ്പോൾ നമുക്ക് ചെന്ന് നോക്കാം, കുറേ നമ്മളെ വിളിക്കണമല്ലേ, കോൺടാക്ട് ചെയ്യണമല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ തടസ്സം പടച്ചവൻ തരുമ്പോൾ അതിനൊക്കെ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ദൈവം നേരത്തെ മുൻകൂട്ടി ഇതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും ഇന്നവിടെ എത്തിക്കാഞ്ഞതും ഞങ്ങളെല്ലാവരും അവരായിട്ടൊരു ബന്ധത്തിന് നിർപ്പിക്കാഞ്ഞതും. അപ്പോൾ അത് വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ പടച്ചവനോട്, സർവ്വശക്തനോട് നന്ദി പറയണം ഈ ഒരു അവസരത്തിൽ, അങ്ങനെ അവരുടെ കൂടെ ഒരു ബന്ധം കിട്ടാത്തതിന്. അപ്പോൾ ഇനി യാതൊരു തരത്തിലുള്ള ബന്ധം പോയിട്ട് ഈ ചെയ്ത കാര്യങ്ങൾക്ക് ഇവരോട് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത കാര്യം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. സമയമെടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഇതാക്കണം എന്ന് പറയണ പോലെയല്ല. എന്ത് സംഭവത്തിനും ഇതിനൊരു ഒരു ടൈമുണ്ട്. അതുപോലെ ഇത് സംഭവങ്ങൾ തെളിയണം. ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളും വരുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ നിയമവശങ്ങൾ കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് എന്തായാലും വിട്ടൊഴിയില്ല. ഇത് നമ്മൾക്ക് കൃത്യമായ എവിഡൻസുകൾ ഉള്ളതാണ്. ഇപ്പോൾ ഇവർ AI വോയിസാണ്, അതായത് ഞങ്ങളെയൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെക്കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് AIക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കിതുവരെ, ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവനാണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവനാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തൊപ്പി പറഞ്ഞ എല്ലാ കാര്യങ്ങളും കള്ളത്തരമായിരുന്നു. ഒരു വീഡിയോ ഷമീറിൻ്റെ അടുത്തിട്ടു എന്നുള്ളതല്ലാതെ
ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമായിരുന്നു. അതായത് ഷമീറും മമ്മുവായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട് എന്ന രീതിയിലാണ് തൊപ്പി പറഞ്ഞു വെച്ചത്. അവിടെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഷമീർ മൊബൈലിൽ നോക്കിയാണ് പലതും ചെയ്യുന്നത്. അവിടെ മമ്മുവിനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അവിടെയൊക്കെ തൊപ്പി പറഞ്ഞ രീതിയിലായിരുന്നെങ്കിൽ മമ്മുവുമായിട്ട് ചേർന്ന വീഡിയോ ആണ് കാണിക്കേണ്ടിയിരുന്നത്. അതിനുശേഷം തൊപ്പി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, മമ്മു എന്തൊക്കെയോ ചെയ്തു കൊടുത്തെന്ന്. അവിടെ ഷമീർ വ്യക്തമായിട്ട് ലൈവിൽ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതേ ഇല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ വീഡിയോ ഇട്, അത് കൊണ്ടുവരട്ടെ, അത് ധൈര്യമുണ്ടെങ്കിൽ കാണിക്കാൻ വരെ ഷമീർ ലൈവിൽ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനൊരു വീഡിയോ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് മെഹറിനോട് പറഞ്ഞിരുന്നു, ആ വീട്ടിലെല്ലാവരും വസ്ത്രമില്ലാതാണ് നടക്കുന്നത്, വസ്ത്രം കാണാറേ ഇല്ല, ബാച്ചിലർ ആയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് ഇവർ തമാശ രീതിയിലാണ് പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് കാര്യമാണ് എന്ന രീതിയിലാണ് പലരും വ്യക്തമാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷമീർ ഫോണിൽ നോക്കി ചെയ്ത ഒരു കാര്യത്തെ വളച്ചൊടിച്ച് മമ്മുവുമായിട്ട് ചേർന്ന് അങ്ങനെ ചെയ്യുന്നു, ഇല്ലെങ്കിൽ മമ്മുവിനെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നു എന്ന രീതിയിലാണ് തൊപ്പി പറഞ്ഞു വെച്ചത്. അവിടെയും തൊപ്പി പറഞ്ഞത് കള്ളത്തരമായി എന്ന് തന്നെ കരുതണം. അതുപോലെ തന്നെയാണ് AI ആണ് എല്ലാ വോയിസ് റെക്കോർഡും, അതൊന്നും വിശ്വസിക്കരുത്. പക്ഷേ അനാൻഷ തന്നെ ആ വോയിസ് റെക്കോർഡെല്ലാം കേട്ട് ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, അതൊന്നും AI അല്ല, അതൊക്കെ ഒറിജിനൽ വോയിസ് ആണ്, തൊപ്പി പറഞ്ഞത് തന്നെയാണ് എന്ന രീതിയിലാണ് ഹനാൻഷ പറഞ്ഞു വയ്ക്കുന്നത്. ഇവരിതിൻ്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങളത് മാറ്റം വരുത്തി ഉണ്ടാക്കണം എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പോൾ ഇവർ പറയണ ഈ AI വോയിസിൽ യാതൊരു, അതായത് ഒരു തരത്തിലും 100%-ൽ 1% പോലും ന്യായമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ഇന്നത്തെ കാലത്തെ AIക്ക് ഇനി ചിലപ്പം 2055-ലോ 60-ലോ ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷേ ഇന്നത്തെ കാലത്തെ AIക്ക് ഒരിക്കലും ആ ഇന്ന വ്യക്തികളുടെ കൃത്യമായ ശബ്ദം, അതായത് ഞങ്ങളെ ശബ്ദം അടക്കണ്ട്, ഞങ്ങളെ ശബ്ദം AIക്ക് കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു പാട്ട് ഫുള്ളി AI ജനറേറ്റർ ഒരു പാട്ട് നമ്മൾ ഇറക്കാം. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ സൗണ്ടിൽ, ക്രിസ്ത്യാനോൻ്റെ സൗണ്ടിൽ, മെസ്സിൻ്റെ സൗണ്ടിലൊക്കെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതിൽ സംഗതികൾ വരുന്ന ഭാഗം, അതായത് പാട്ടിൽ നീട്ടി പോകേണ്ട ഭാഗങ്ങളിലൊക്കെ ഡെസിബൽ കാര്യങ്ങൾ, അതായത് ഈ രീതികളൊക്കെ മാറും AIയിൽ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും വരാതെ നമ്മളെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഭംഗിയുള്ള പാട്ട്, അതായത് മാറ്റങ്ങളും മാറ്റൊലികളൊക്കെ ഉള്ളൊരു പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഒരു AIൻ്റെ പുറകിലുണ്ട്. അതായത് ഇതുവരെ നമുക്ക് പറ്റുന്നില്ല. അതായത് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു AI വോയിസ് ഉണ്ടാക്കാൻ ഞങ്ങളെ സ്വന്തം വോയിസ്, ഞാനിപ്പോൾ ഒരുപാട് അതിൽ ഇതൊക്കെ കൊടുത്തിട്ടും എന്താക്കാൻ പറ്റുന്നില്ല, അതൊരു പാട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഏറ്റവും പെയ്ഡായിട്ടുള്ള AI സോഫ്റ്റ്വെയർ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പോലും ഈ ഒരു പാട്ട് ഞങ്ങളുടെ ശബ്ദത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്ത് കണ്ണൂർ സ്ലാങ്ങിൽ 10-15 ആൾ ഒരു റൂമിലിരിക്കണം, ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവണം, അതിനെ വിമർശിക്കണ തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വളരെ 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 കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും ഉമ്മമാരെയും യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AIയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഈ കേസ് മാത്രമല്ല, 18 വയസ്സ് തികയാത്തൊരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന രീതിയിലൊക്കെയുള്ള കഥകൾ തൊപ്പിയുടെ കൂട്ടുകാരനായ റാംബോയുടെ വോയിസ് നോട്ടിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു കേസും വരും. ഇവിടെയൊക്കെ അപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, തൊപ്പിയുടെ അച്ഛനായിരുന്നു ശരി, ഇല്ലെങ്കിൽ തൊപ്പിയുടെ വാപ്പയായിരുന്നു ശരി, അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ കയറ്റാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്ന രീതിയിലുള്ള കമൻസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇവിടെയൊക്കെ ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ വേണമെങ്കിൽ രക്ഷപ്പെടാം, നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഉപയോഗിച്ച് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അതിന് എക്സാമ്പിളായിട്ട് ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് തൊപ്പി അകത്ത് പോകുമെന്ന് വിചാരിക്കണ്ട. എന്നാൽ ഷമീറിൻ്റെയും ഗ്യാങ്ങിൻ്റെ അവസ്ഥ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. സൂപ്പർ ചാറ്റിൻ്റെ സൗണ്ട് എങ്ങനെ ഓഫാക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഈ AI ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ലൈവ് ഇട്ട ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ വരെ സൂപ്പർ ചാറ്റിൽ 10-20 ഇട്ടിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് അറിയണില്ല അവർക്ക്, ഇത് എവിടെ നിൽക്കിയത് ഓഫ്. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് തപ്പാണ്. അപ്പോൾ ഇത്രയും അന്തല്ലാത്തൊരു ടീമിന് ഇത്ര വലിയൊരു AIയിൽ, അതായത് AI ബന്ധങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ചിലപ്പം LKG കുട്ടികളോ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഉള്ള ഒരു 5ാം ക്ലാസ്, ഒരു 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പം പറ്റുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ AI ആണ് വിശ്വസിക്കാൻ പറ്റേ, എനിക്ക് തോന്നണില്ല അന്നം തിന്നണ ഏതൊരു മനുഷ്യനും AI ആണ് വിശ്വസിക്കാൻ പറ്റും. അതൊരിക്കലും തെളിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഒരുപാട് പോയി കഴിഞ്ഞാൽ ഓഡിയോ എഞ്ചിനീയേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. ഓഡിയോ എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഈ വോയിസ് മൊത്തം, അതായത് സ്ക്രീൻ റെക്കോർഡ് ഇട്ട കോപ്പിയല്ല, ഏത് ഫോണിലാണോ ഇവർ റെക്കോർഡ് ചെയ്തത് ആ ഫോണിൽ നിന്ന് കിട്ടിയ ഡോക്യുമെൻ്റ് കോപ്പി നമ്മളെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് AI പതിപ്പുകളല്ല, AI വിഷയങ്ങളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പതിപ്പിൽ. അത് അനാൻഷ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ആ ലൈവിൽ ഷമീറിന് സൂപ്പർ ചാറ്റിൻ്റെ സൗണ്ട് പോലും ഓഫാക്കാൻ അറിയത്തില്ല. അവിടെയുള്ള ആർക്കും അറിയത്തില്ല. അവരൊക്കെ കുറേ നേരം
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ആ ചാറ്റിൻ്റെ സൗണ്ട് ഓഫ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവർ കൃത്രിമമായിട്ട് AI ഉപയോഗിച്ച് ഇത്രയും പേരുടെ സൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് തൊപ്പിക്കെതിരായിട്ട് തിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ തൊപ്പി എന്തുമാത്രം കള്ളത്തരമാണ് പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നതെങ്കിൽ അത് പിന്നെയും ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ വേണമെങ്കിൽ തൊപ്പിക്ക് ഈ വിഷയം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പൈസ അവിടെ കൊടുത്ത് സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഒരുപക്ഷെ ഷെമീന് കൊടുക്കാനുള്ള പൈസ, ജാസിക്ക് കൊടുക്കാനുള്ള പൈസ, മമ്മൂന് കൊടുക്കാനുള്ള പൈസ, ആദിലിന്, അങ്ങനെ പലർക്കും, എഡിറ്റേഴ്സിന്, അസ്പാക്കിന്, അങ്ങനെയുള്ളവർക്കെല്ലാം അവർ അർഹിക്കുന്ന ശമ്പളം കൊടുത്ത് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നതും. നിയമപരമായിട്ട് മുന്നോട്ട് പോട്ടെ, ശിക്ഷ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈസി ആയിട്ട് ഊരിപ്പോവും. അത് നമ്മൾ പല കേസിലും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഇത് മീഡിയയിൽ ഇങ്ങനെ കിടക്കും, പിന്നെ ആളുകൾ മറന്നു പോകാനാണ് ചാൻസ്. എന്തായാലും ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.